ജിദ്ദ ഗവർണറേറ്റിന് കീഴിലുള്ള അസ്ഫാൻ നഗരത്തിന്റെ മധ്യഭാഗം. ഇവിടെ ഒരു മലയുടെ മുകളിലാണ് കോട്ട. മദീനയിൽ നിന്ന് മക്കയിലേക്ക് നീളുന്ന പാതയുടെ വഴിയരികിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. കാലങ്ങൾക്ക് മുമ്പേ യാത്രക്കാരുടെ സുരക്ഷിത കേന്ദ്രമായിരുന്നു ഇവിടം. കോട്ടയുടെ സ്ഥാനം തന്ത്രപ്രധാനമാണ്. ചുറ്റുമുള്ള താഴ്വരകൾ നന്നായി കാണാം. ഇന്ന് കൗതുകമെങ്കിലും പണ്ട് കച്ചവട സംഘങ്ങളെയും മക്കയിലേക്കുള്ള തീർത്ഥാടകരെയും കൊള്ളയടിക്കാതിരിക്കാൻ സുരക്ഷാ വിഭാഗം ഇവിടെയായിരുന്നു തമ്പടിച്ചത്. 18-ാം നൂറ്റാണ്ടിലാണ് നിർമ്മാണമെന്ന് കരുതുന്നു. ഒട്ടോമൻ ഭരണത്തിന് കീഴിലായിരുന്നു അത്. ദർബ സുബേദ എന്ന ചരിത്രപാത വഴി അന്ന് എത്തിയിരുന്ന സഞ്ചാരികളെയും ഇവിടെ നിന്നും കാണാമായിരുന്നു. നിർമ്മാണം സമീപത്തുള്ള പർവ്വത പ്രദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്ന ബസാൾട്ട് പാറകൾ ഉപയോഗിച്ചാണ്. സമചതുരാകൃതിയിലാണ് നിർമ്മാണം. 4 മൂലകളിലും 4 ടവറുകളും ഓരോ ഭിത്തിയിലും ഉറപ്പിനായി 2 അധിക ടവറുകളും ഉണ്ട്. ഇപ്പോഴും കോട്ട മികച്ച അവസ്ഥയിലാണ്. എങ്കിലും ഇത് നിൽക്കുന്ന മലയുടെ പല ഭാഗങ്ങൾ റോഡ്, റെയിൽ നിർമ്മാണങ്ങൾക്കായി മുറിച്ചു മാറ്റിയിരുന്നു. ഇതിനാൽ കോട്ട ഇപ്പോൾ മലയുടെ ചെരിവിലാണ്. ഇതിന്റെ ഫലമായി കോട്ടയുടെ ചില തൂണുകളും മുറികളിലേക്കുള്ള പ്രവേശന കവാടങ്ങളും തകർന്നു. 2015-ലാണ് ചരിത്ര പ്രാധാന്യം തിരിച്ചറിഞ്ഞ് സംരക്ഷിത കേന്ദ്രമാക്കിയത്. മുകളിലേക്ക് കയറാൻ ഒരു പടിക്കെട്ടും നിർമ്മിച്ചു. എങ്കിലും എല്ലാ സമയത്തും കോട്ടയുടെ മുകളിലേക്ക് പ്രവേശനമില്ല. കാലങ്ങൾക്ക് ശേഷം ചരിത്രത്തിന്റെ ഭാഗമായെങ്കിലും ഇന്നും ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് ഈ കോട്ട കാണാൻ കഴിയും. അസ്ഫാൻ കോട്ടയിൽ നിന്നും സാബിത് സലീം, മീഡിയ 1.